കുക്കറിലൊക്കെ ഒട്ടും തന്നെ ഉടഞ്ഞ് വെന്ത് പോകാണ്ട് ഒരു 20 മിനിറ്റിനുള്ളിൽ നല്ലൊരു തേങ്ങാച്ചോറും ഒരു നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. അപ്പോൾ വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വരുമ്പം ഇതുപോലൊരു ഗ്രേവി ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എളുപ്പമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോ, എളുപ്പത്തിൽ പണി തരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്നൊക്കെ തേങ്ങ ചിരണ്ടി അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു കത്തിയുടെ മോന വെച്ചിട്ട് നമ്മൾ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കൊത്തി 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 ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര തേങ്ങയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് ഒരു സെക്കൻഡിൽ തന്നെ നമുക്കതൊന്ന് ചിരവി എടുക്കാം കേട്ടോ. ഈ ചിരവി എടുത്തതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ നമുക്ക് അത് അരിച്ച് എടുത്ത് ഒഴിക്കാനായിട്ടും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ തേങ്ങ നമുക്ക് ഇതുപോലെ അങ്ങ് ചിരണ്ടി പാൽ ഒഴിഞ്ഞെടുക്കാം. അപ്പോൾ കുക്കറിൽ നമുക്ക് ഇതുപോലെ 20 മിനിറ്റിനുള്ളിൽ ചോറ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന രീതിയിൽ തേങ്ങാച്ചോറ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 1.5 സവാളയോളം നമുക്ക് ഇതുപോലെ കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വയറ്റി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് വലിയ ജീരകവും ഏലക്കയും കൂടെ കൂടിയിട്ട് ചതച്ച് അതും കൂടി പൊടിച്ചിട്ട് കൊടുത്തിട്ട് വേണം വയറ്റി കൊടുക്കാൻ. ഇനി ഇതുപോലെ ചെറിയ ഒരു കഷ്ണം ക്യാരറ്റ് നമുക്ക് ചീമ്പിയതും ഒരു നല്ലൊരു പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, ഗ്രാമ്പൂ ഇലക്ക പട്ട പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ വയറ്റി കൊടുക്കാം കേട്ടോ. നിങ്ങളിങ്ങനെ വയറ്റി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കട്ടെ ഈ ഒരു കൂട്ടത്തിലേക്ക്. ഞാനതങ്ങ് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഒരു കൂട്ടത്തിലേക്ക് തന്നെ കുറച്ച് ആ തേങ്ങാപ്പാൽ നമ്മൾ അത് കലക്കി വെച്ചത് ഇതുപോലെ അതിനകത്തേക്ക് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഈ ആവശ്യത്തിന് വെള്ളം കൂടിയിട്ട് ഒഴിച്ചിട്ട് ഏകദേശം ഒരു അര പാത്രത്തോളം ഒരു 5 ലിറ്ററിൻ്റെ കുക്കറിലാണെങ്കിൽ ഞാൻ അര കുക്കർ വെള്ളമാണ് വെച്ചേക്കുന്നത്. 2 നാഴി അരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിന് കേട്ടോ. ആവശ്യം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അരി കഴുകി വാരി അതിലേക്ക് കൊട്ടാട്ടോ. എളുപ്പമല്ലേ. അപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് ഇതുപോലെ വെള്ളത്തിനകത്ത് ഉപ്പും തോറും ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഉപ്പിൻ്റെ അതനുസരിച്ചിരിക്കും നമ്മുടെ ചോറിൽ വരുന്ന ഉപ്പ് കേട്ടോ. ഇതുപോലെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 2 വിസിലടിച്ച് കഴിയുമ്പം അങ്ങനെ ഓഫ് ചെയ്ത് മാറ്റിക്കോട്ടോ. ഒരു 20 മിനിറ്റും കൊണ്ട് നമുക്ക് ചോറ് റെഡിയായി കിട്ടും. ഇത് നോക്കിക്കുക, നല്ല സെറ്റപ്പിൽ നമുക്ക് നല്ലൊരു ചോറ് ഒരു ചോറിൽ തൊടാത്ത രീതിയിൽ ഇങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് താളിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇത്തിരി നമുക്കൊന്ന് കറിവേപ്പിലൊക്കെ ഒന്ന് തുള്ളി കൊടുത്തിട്ട് ഒന്ന് ദമ്മ് ചെയ്തിട്ട് സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചോറായിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു ബീഫ് കറിയുടെ ഒപ്പം ചിക്കൻ കറിയുടെ ഒക്കെ ഒപ്പം കൂട്ടാൻ പറ്റിയ അടിപൊളി ചോറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 20 മിനിറ്റ് കൊണ്ട് ചോറ് നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. വിരുന്നുകാരൊക്കെ വരുമ്പം എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് എളുപ്പത്തിൽ നല്ലൊരു ഗ്രേവി ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ നല്ല കുറുകിയ ഗ്രേവി ബീഫ് കറി കിട്ടാനായിട്ട് നമുക്കത് ഇതുപോലെ കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യമേ തന്നെ നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അങ്ങോട്ട് പൊട്ടിക്കാം കേട്ടോ. കറിവേപ്പില പൊട്ടിച്ചിട്ടതിന് ശേഷം അതിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 2 സ്പൂണോളം മല്ലിപ്പൊടിയും അതിലേക്ക് തന്നെ ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എരിവിന് എന്തോരം നിങ്ങൾക്ക് വേണോ അതനുസരിച്ചിട്ട് മുളക് പൊടി എടുക്കാം. നന്നായിട്ട് എണ്ണ കിടന്നിട്ട് മൂത്ത് വന്നു കഴിഞ്ഞപ്പം ഒരു 2 സവാളയോളം ഇതുപോലെ അങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ എണ്ണ ഇട്ടിട്ട് അങ്ങോട്ട് വറുത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതുപോലെ ഒന്ന് വറുത്ത് കൊടുത്തതിലേക്ക് ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒത്തിരി കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതുപോലെ അങ്ങ് ചതച്ച് ഒതുക്കിയിട്ട് ഇതുപോലെ നമുക്ക് അതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു പച്ചമുളകും ഇഞ്ചിയുടെയൊക്കെ ഒരു മസാല നല്ല രീതിയിൽ തന്നെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് തക്കാളി കേട്ടോ, നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതും കൂട്ടിയിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. നല്ല ഗ്രേവി ആയിട്ടിരിക്കും കേട്ടോ തക്കാളി ഇട്ട് കഴിഞ്ഞപ്പം. ഇനി നമുക്ക് കഴുകി വരച്ചേക്കുന്ന 1 കിലോ ബീഫ് ഇതുപോലെ അതിലേക്ക് അങ്ങോട്ട് കൊട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് നമ്മൾ ഗ്രാമ്പൂ ഇലക്ക പട്ട പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവി കറിയാണ്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒരു കുറച്ച് വെള്ളം നമുക്ക് ഈ ഒരു ബീഫിൽ തന്നെ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഒരു നുള്ള വെള്ളം കൂടി എടുത്ത് ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 5-6 വിസിലടുപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. വിസിലൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ അങ്ങോട്ട് തുറക്കാം. അടിപൊളി മണമായിട്ടുള്ള നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രേവി ആക്കി എടുക്കണം. ഗ്രേവി ആക്കി എടുക്കാനായിട്ട് നമുക്ക് ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇത്തിരി ഗ്രേവി ആക്കിയിട്ട് കിട്ടാനായിട്ട് നമുക്കിതുപോലെ ഇത്തിരി കോൺഫ്ലോർ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു ഇത്തിരി വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് കലക്കിയിട്ട് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബീഫ് കറിയിലേക്ക് ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പം കറി നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടും. പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്നു കഴിയുമ്പോൾ നല്ലൊരു കുറുകിയ ഒരു കറി പെട്ടെന്ന് റെഡിയാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കറി കുറച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും, നല്ല ഗ്രേവി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ.
ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കറിക്ക് നല്ലൊരു കളറായിരിക്കും. നമ്മൾ ആ മല്ലി മുളകൊക്കെ വെളിച്ചെണ്ണ തന്നെ ഇട്ട് വറുത്തിട്ടത് കൊണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് ഉള്ളിയും കുറച്ച് കറിവേപ്പിലും കൂടി താളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കറി റെഡിയാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു കാണാം. ബൈ.